Hello, welcome to everyone, or welcome back to my channel, Business Studies Made Simple. അപ്പോൾ നമ്മൾ ബിസിനസ് സ്റ്റഡീസിൻ്റെ +1 സിലബസാണ് ഫോളോ ചെയ്യുന്നത്. അതിൽ നമ്മൾ ആദ്യത്തെ 2 ക്ലാസ്, അതായത് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ബേസ് ആയിട്ടുള്ള ബിസിനസ് എന്താണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞിരുന്നു. ദെൻ നമ്മൾ ബിസിനസ് ആക്ടിവിറ്റീസിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് ഇൻഡസ്ട്രിയുടെ ടോപ്പിക്ക് നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ഒരു 1-2 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട് നമ്മുടെ 3rd ക്ലാസ്, അതായത് കൊമേഴ്സിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പം ഇതിന് മുമ്പ്, അതായത് കൊമേഴ്സിൻ്റെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ 2 ക്ലാസ് കയറി കാണണം. അപ്പം അതിനകത്ത് നമ്മുടെ ബാക്കി ഒരു ബേസ് ആയിട്ട് നമ്മൾ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്, ഒരുപാട് വലിച്ചു വാരിയൊന്നും നമ്മൾ പറയുന്നത്, കാരണം എല്ലാ ടോപ്പിക്കും എന്താണെന്ന് മാത്രം നമ്മളിപ്പോൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ബിസിനസ് ആക്ടിവിറ്റീസിനെ മെയിനായിട്ടും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ്. ഇൻഡസ്ട്രിയിൽ തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്തു, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷറി ഇൻഡസ്ട്രി. അതിനകത്ത് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്, അത് നമ്മൾ പറഞ്ഞു. ഇനി സെക്കൻഡ് ടൈപ്പാണ് ബിസിനസ് ആക്ടിവിറ്റിയാണ് കൊമേഴ്സ്. കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ്ചേഞ്ച്, ഈ സാധനങ്ങളും സേവനങ്ങളും, ഗുഡ്സ് ആൻഡ് സർവീസ് ബൈയിങ് ആൻഡ് സെല്ലിങ്ങിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പറയുന്ന പേരാണ് കൊമേഴ്സ്. അപ്പോൾ കൊമേഴ്സിനകത്ത് മെയിനായിട്ട് 2 കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന് ട്രേഡിങ്, നമുക്കറിയാം, ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. 2 ഓക്സിലറീസ് ഓഫ് ട്രേഡ്, അതായത് ഈ ട്രേഡിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. ഇൻഷുറൻസ് ആവാം, ട്രാൻസ്പോർട്ടേഷൻ ആവാം, ബാങ്കിങ് ആവാം, വെയർ ഹൗസ് ആവാം. അങ്ങനെ ഈ ട്രേഡ് നടക്കാൻ, അല്ലെങ്കിൽ പർച്ചേസ് നടക്കാൻ, അല്ലെങ്കിൽ ബൈയിങ് ആൻഡ് സെല്ലിംഗ് പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ട്, എക്സ്ചേഞ്ച് നടക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്, അതിനെയാണ് ഓക്സിലറീസ് ഓഫ് ട്രേഡ്. സോ ട്രേഡ് പ്ലസ് ഓക്സിലറീസ് ഓഫ് ട്രേഡ് ആണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പം വെറുതെ നമ്മുടെ ഈ ബൈയിങ് ആൻഡ് സെല്ലിംഗ് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് മാത്രമല്ല, അതിന് എന്തൊക്കെ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അതെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ കൊമേഴ്സ് എന്ന് പറയുക. സോ commerce include all the activities which helps in buying and selling of goods. It will connect the producers to consumers. ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത് ആ സമയം മുതൽ അത് എൻഡ് കസ്റ്റമറിലേക്ക് എത്തുക എന്ന് വരെയുള്ള സമയം വരെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു, ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പറയുന്ന പേരാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇതിൽ ജസ്റ്റ് ബൈയിങ് ആൻഡ് സെല്ലിങ് മാത്രമല്ല, ഈ ബൈയിങ് ആൻഡ് സെല്ലിങ്ങിന് വേണ്ടിയിട്ട്, ബൈയിങ് ആൻഡ് സെല്ലിങ്ങും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും കൂടി ചേർത്തിട്ടാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. എന്തെങ്കിലും നമുക്കൊരു ബിസിനസ് നടത്താനായിട്ട്, അല്ലെങ്കിൽ ഒരു ബിസിനസ് മുമ്പോട്ട് പോകാനായിട്ട് എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ അതിനെയാണ് നമ്മൾ ഹിൻഡറൻസസ് അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിൾസ് എന്ന് പറയുക. ഈ എന്ത് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടോ ഇതിനെയൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് നമ്മുടെ കൊമേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കേരളത്തിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഗുഡ്സ് നമുക്കിപ്പോൾ ഡൽഹിയോ അല്ലെങ്കിൽ മുംബൈയോ ചെന്നൈയോ പോലെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് വിൽക്കണം. അപ്പോൾ അതിന് എന്തൊക്കെ തടസ്സങ്ങൾ, അപ്പോൾ ചിലപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ്റെ തടസ്സമാവാം, അതല്ലെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ആവാം. അപ്പോൾ എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും കൊമേഴ്സിൽ നമുക്കത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ വഴി നമുക്ക് ഗുഡ്സ് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാൻ പറ്റും. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് വഴി അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസറിൽ നിന്ന് ഹോൾസെയിലറിലേക്കോ അല്ലെങ്കിൽ റീറ്റെയിലറിലേക്കോ എത്തിക്കാൻ പറ്റും. അതുപോലെ തന്നെ വെയർ ഹൗസ് നമുക്ക് ഗുഡ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ച് ഡാമേജ് ഒന്നും വരാതെ. അപ്പോൾ എന്തൊക്കെ ഒബ്സ്റ്റക്കിൾസ് അല്ലെങ്കിൽ എന്തൊക്കെ ഹിൻഡറൻസസ് ഒരു ബിസിനസ് മുമ്പോട്ട് പോകാൻ, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ചേഞ്ച് പ്രോസസ്സിൽ നടക്കുന്നുണ്ടോ, ഇതൊക്കെ കളയാൻ വേണ്ടിയിട്ട്, ഇതൊക്കെ റിമൂവ് ചെയ്ത് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കൊമേഴ്സ്, വിച്ച് ഇൻക്ലൂഡ് ട്രേഡ് ആൻഡ് ഓക്സിലറീസ് ഓഫ് ട്രേഡ്. അതിൽ ഫസ്റ്റ് വൺ ട്രേഡ് ആണ്. ട്രേഡ് നമുക്കറിയാം അല്ലേ, ഗുഡ്സ് എന്ത് ചെയ്യുക, എക്സ്ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതുപോലെ തന്നെ അവിടെ എന്തുണ്ടാവും, ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു മണി ടേംസിലായിരിക്കും നമ്മൾ ഈ എക്സ്ചേഞ്ച് നടത്തുന്നത്. അതുപോലെ തന്നെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാനായി, ഹോൾസെയിലർ, പ്രൊഡ്യൂസർ ഹോൾസെയിലറിന് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഹോൾസെയിലർ റീറ്റെയിലറിന് കൊടുക്കുന്നു, റീറ്റെയിലർ കൺസ്യൂമേഴ്സിന് കൊടുക്കുന്നു, അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ടു കൺസ്യൂമർ ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നു. ഇതൊക്കെ എന്തിൽ വരും, ട്രേഡിൽ വരും. ഇപ്പോൾ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ത് ചെയ്യുക, പ്രൊഡ്യൂസറിൽ നിന്ന് കൺസ്യൂമറിലേക്ക് എത്തുക, അല്ലെങ്കിൽ ട്രേഡേഴ്സിൽ നിന്ന് കൺസ്യൂമേഴ്സിലേക്ക് എത്തുക. ഇപ്പം നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറയുന്നത്. അതിൽ കൂടുതലും അവിടെ എന്തുണ്ടാവില്ല, ഇന്റർമീഡിയറീസ് ഉണ്ടാവില്ല, ഹോൾസെയിലേഴ്സോ റീറ്റെയിലേഴ്സോ ഉണ്ടാവില്ല. മിക്കവാറും പ്രൊഡ്യൂസേഴ്സ് തന്നെ ഡയറക്റ്റ് ആയിട്ട് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുകയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യും, ചാർജസ് വളരെ കുറവായിരിക്കും, പ്രോഡക്റ്റിന്റെ കോസ്റ്റ് ഭയങ്കര കുറച്ചിട്ടായിരിക്കും എൻഡ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞ കൊമേഴ്സിലെ ഫസ്റ്റ് വണ്ണാണ് ട്രേഡ്. അതിൽ സെക്കൻഡ് വണ്ണ്, ട്രേഡിൽ തന്നെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഇന്റേണൽ ട്രേഡ് ആൻഡ് എക്സ്റ്റേണൽ ട്രേഡ്. ആ പേരിൽ തന്നെയുണ്ട്. ഇന്റേണൽ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് നടക്കുന്ന ട്രേഡ് അല്ലേ, ഇന്റേണലി ആണ്. നമ്മുടെ സ്കൂളിലൊക്കെ ഇന്റേണൽ ടെസ്റ്റ് ഇടും, എന്താണ്, സ്കൂളുകാരായിട്ട് തന്നെ നടത്തുന്ന എക്സാം ആണ്. അതാണ് ഇന്റേണൽ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന് അകത്ത് മാത്രം നടക്കുക. ഇപ്പം കേരളത്തിൽ നിന്ന് ചെന്നൈയിലേക്കോ അല്ലെങ്കിൽ ബാംഗ്ലൂരിലേക്കോ അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് ഡൽഹിയിലേക്കോ, അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്തിന് അകത്ത് മാത്രം, അല്ലെങ്കിൽ ഞാനിപ്പോൾ കേരളത്തിൽ മാത്രമേ എനിക്ക് ബിസിനസ് ചെയ്യുന്നുള്ളൂ, അപ്പോൾ അത് ഇന്റേണൽ ട്രേഡ് ആണ്, വിത്തിൻ ദ കൺട്രിയാണ്.
ഇനി എക്സ്റ്റേണൽ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യങ്ങൾ തമ്മിലാണ്. ഇപ്പം ഇന്ത്യയിൽ നിന്നുള്ള പ്രോഡക്റ്റ്സ് അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു, ജപ്പാനിൽ നിന്നുള്ള പ്രോഡക്ട്സ് ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു. അതാണ് എക്സ്റ്റേണൽ ട്രേഡ്, ബിറ്റ്വീൻ ദി കൺട്രീസ് ആണ്. അവിടെ എക്സ്പോർട്ടും ഇമ്പോർട്ടും അല്ലെങ്കിൽ ഇന്റർപോർട്ട് ആയിരിക്കും വരുന്നത്. ഒന്നുകിൽ നമ്മൾ ഇവിടുന്ന് ഇമ്പോർട്ട് ചെയ്യുന്നു, അതല്ലെങ്കിൽ വേറെ രാജ്യം നമ്മൾ ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നു, അതല്ലെങ്കിൽ രണ്ടും കൂടി ചെയ്യുന്നു, ഇമ്പോർട്ട് പ്ലസ് എക്സ്പോർട്ടും ചെയ്യുന്നു. അപ്പം ട്രേഡ് ഇന്റേണൽ ട്രേഡ് ആൻഡ് എക്സ്റ്റേണൽ ട്രേഡ്. ഇനി സെക്കൻഡ് വൺ ആണ് കൊമേഴ്സിലെ ഓക്സിലറീസ് ഓഫ് ട്രേഡ്. ഈ ഓക്സിലറീസ് ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞാനൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് പച്ചക്കറി കൃഷിയുണ്ട്, അപ്പം എനിക്ക് വിൽക്കണം. ആ വിൽക്കാനായിട്ട് എന്നെ എന്തൊക്കെ കാര്യങ്ങളാണോ സപ്പോർട്ട് ചെയ്യുന്നത് അതിനൊക്കെ ഞാൻ എന്താ പറയുക, ഓക്സിലറീസ് ഓഫ് ട്രേഡ് എന്നാ പറയാം. അപ്പം എനിക്ക് ഇന്ന് പച്ചക്കറി എൻ്റെ നാട്, ഇപ്പോൾ നമ്മൾ കേരളത്തിലാണ് താമസിക്കുന്നത്, അപ്പോൾ എനിക്ക് ഇന്ന് ഇവിടുന്ന് തമിഴ്നാട്ടിലേക്ക് കുറച്ച് പച്ചക്കറി കൊടുക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, അപ്പോൾ എനിക്ക് കുറച്ച് വാഹനങ്ങളുണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ഡീലേഴ്സ് ഉണ്ടാവും, ഇവരെ ഞാൻ കണക്ട് ചെയ്തിട്ട് ഇത് ഇവിടുന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് ഞാൻ തമിഴ്നാട്ടിലെത്തിക്കും. അതാണ് ഫസ്റ്റ് ഓക്സിലറീസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്, ട്രാൻസ്പോർട്ടേഷൻ. സെക്കൻഡ് വൺ, എനിക്ക് എന്തുണ്ടാവണം, ഒരു വെയർ ഹൗസ് ഉണ്ടാവില്ലേ. അപ്പം ഞാൻ ഇന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ചിലപ്പോൾ എനിക്ക് ഇന്ന് തന്നെ കസ്റ്റമേഴ്സിലേക്കോ അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സിലേക്കോ ഒന്നും എത്തിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് കേടാകാതെ ഡാമേജസ് ഒന്നും വരാതെ നോക്കാനായിട്ട് ഞാനിത് എവിടെ സൂക്ഷിക്കും? വെയർ ഹൗസ് അല്ലെങ്കിൽ എനിക്ക് ഫാക്ടറി ഔട്ട്ലെറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ ഇതിന് വേണ്ട സജ്ജീകരണങ്ങളൊക്കെ ചെയ്ത് ഞാൻ അവിടെ സൂക്ഷിക്കും. പിന്നെ ഞാൻ ഇൻഷുറൻസ് എടുക്കൂലേ, എന്താണ് ഈ പോകുന്ന വഴിയിലോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഡിസാസ്റ്റർ ഒക്കെ വന്നിട്ട് എൻ്റെ കൃഷിയോ കാര്യങ്ങളോ ഒക്കെ നശിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഇപ്പം എനിക്ക് പച്ചക്കറി കൃഷിയാണെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ, അപ്പം ഒരു ഫ്ലഡ് വന്നു, അപ്പം ഞാൻ എൻ്റെ കൃഷി മൊത്തം നശിച്ചു പോവാണ്. അപ്പം എൻ്റെ ഇൻഷുറൻസിൽ എനിക്ക് കുറച്ച് ക്ലെയിം കിട്ടും. അതുവഴി എനിക്കുണ്ടാകുന്ന ഫുള്ള് ലോസ്, എനിക്ക് ചിലപ്പോൾ ഒരു 1,00,000 രൂപയുടെ ലോസാണ് ഉണ്ടാകുന്നെങ്കിൽ ഇൻഷുറൻസ് വഴി ആ ലോസ് എനിക്കൊന്ന് കുറയ്ക്കാൻ പറ്റും. ഒരു 30,000 ആക്കിയോ അല്ലെങ്കിൽ 40,000 ആക്കിയിട്ടോ എനിക്ക് ഇൻഷുറൻസ് വഴി എൻ്റെ ലോസ് കുറയ്ക്കാൻ പറ്റും. ദെൻ ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാൻ തമിഴ്നാട്ടിലേക്ക് എൻ്റെ പച്ചക്കറികൾ കുറച്ച് കയറ്റി വിട്ടു. അപ്പം നേരിട്ട് തമിഴ്നാട്ടിലുള്ള ഡീലറിന് എനിക്ക് ക്യാഷ് കൊണ്ട് തരണമെന്നില്ല. അയാൾക്ക് എന്ത് ചെയ്യാം, ബാങ്കിനെ അപ്രോച്ച് ചെയ്ത് ബാങ്ക് വഴി ട്രാൻസാക്ഷൻസ് നടത്താം. അപ്പം ബാങ്കിങ്ങും എന്താണ്, ഒരു ഓക്സിലറീസ് ഓഫ് ട്രേഡ് ആണ്. ദെൻ അഡ്വർടൈസ്മെന്റ്, ഏത് തരം പ്രോഡക്ട്സ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിലും അതിനിപ്പോൾ ചെറിയ രീതിയിൽ അല്ലെങ്കിൽ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയാസ് വരെ ഉപയോഗിച്ചിട്ട് എന്തുണ്ട്, പരസ്യങ്ങളുണ്ട്. ഈ പരസ്യം എന്താ ചെയ്യുന്നത്, കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുകയാണ്. ഇന്നൊരു സ്ഥലത്ത് ഇങ്ങനെ കുറച്ച് പ്രോഡക്ട്സ് വരുന്നുണ്ട്, ഈ പ്രോഡക്ട്സിന് ഇത്ര സ്പെഷ്യാലിറ്റി ഉണ്ട്, ഇതിന്റെ ഇന്നതൊക്കെയാണ് യുണീക്ക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്നൊക്കെ കസ്റ്റമേഴ്സിനെ അറിയിക്കുകയാണ്, അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സിനെ അല്ലെങ്കിൽ ഡീലേഴ്സിനെ അറിയിക്കുകയാണ്. അതൊരു പ്രൊമോഷനാണ് അല്ലേ. ദെൻ കമ്മ്യൂണിക്കേഷൻ, പാക്കേജിങ് എന്ത് ചെയ്യും, ഗുഡ്സ് സുരക്ഷിതമായിട്ട് കേടുകളൊന്നും വരാൻ. നമുക്കറിയാം ഓൺലൈനിൽ നമുക്ക് പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യുന്ന സമയത്ത് ചില പ്രോഡക്ട്സിന് 2ഉം 3ഉം പാക്കേജിങ് ഉണ്ടാവും, ലെയർ. അത് എന്തിനു വേണ്ടിയിട്ടാണ്, ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നായിരിക്കും ഈ പ്രോഡക്റ്റ് വരുന്നത്. അപ്പം 3-4 ദിവസം അല്ലെങ്കിൽ 5-6 ദിവസം എടുത്ത് ആ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ എത്തുമ്പോഴത്തേക്ക് അതിന് ഡാമേജസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പ്രോപ്പറായിട്ട് അത് പാക്കേജ് ചെയ്യുന്നത്. അപ്പോൾ പാക്കേജിങ്ങും ട്രേഡിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സപ്പോർട്ടാണ് അല്ലെങ്കിൽ ഒരു ഓക്സിലറീസ് ആണ്. സോ ഓക്സിലറീസ് ഓഫ് ട്രേഡ് മീൻസ് വിച്ച് സപ്പോർട്ട്സ് ദ ട്രേഡ് and it will remove the hindrances of running smooth business. അപ്പോൾ അതിൽ ട്രാൻസ്പോർട്ടേഷൻ വരാം, ബാങ്കിങ്, ഇൻഷുറൻസ്, വെയർഹൗസ്, അഡ്വർടൈസ്മെന്റ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് പാക്കേജിങ്, ഇതൊക്കെ നമുക്കതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഗുഡ്സ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് പോവാണ് അല്ലേ. അപ്പോൾ പ്ലേസ് എന്നുള്ളൊരു ഹിൻഡ്രൻസ് അല്ലെങ്കിൽ പ്ലേസ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം അവിടെ റിമൂവ് ചെയ്ത് കളയാണ്. ദെൻ ബാങ്കിങ് ആൻഡ് ഫിനാൻസ്, കറക്റ്റായിട്ട് ഫിനാൻഷ്യൽ സപ്പോർട്ടും ഫണ്ടും നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് ലോൺ ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ലോങ് ഡിസ്റ്റൻസിലുള്ള ഡീലേഴ്സ് ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, വിത്തിൻ മിനിറ്റ്സ് അല്ലെങ്കിൽ ഹവേഴ്സിൽ നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് സ്മൂത്ത് ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും. ദെൻ റിസ്ക് കുറയ്ക്കാനായിട്ട് നമ്മൾ ഇൻഷുറൻസ് എടുക്കാം. നമുക്ക് എന്തെങ്കിലും അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ലോസസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് റിസ്ക്, നമ്മുടെ ലോസ് കുറയ്ക്കാനായിട്ട് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നു. ഗുഡ്സ് സ്റ്റോർ ചെയ്യാനായിട്ട് എന്താണ്, നമുക്ക് എപ്പോഴാണോ ആവശ്യം വരുന്നത് അതുവരെ നമ്മുടെ ഗുഡ്സ് സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ വെയർ ഹൗസ് യൂസ് ചെയ്യുന്നു. ദെൻ അഡ്വർടൈസ്മെന്റ് യൂസ് ചെയ്യുന്നു, പാക്കേജിങ് യൂസ് ചെയ്യുന്നു. ഇതൊക്കെ എന്താണ്, ഓക്സിലറീസ് ഓഫ് ട്രേഡ് ആണ്. അപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബിസിനസ് എന്താണെന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. സെക്കൻഡ് ക്ലാസ്സിൽ നമ്മൾ ഇൻഡസ്ട്രി എന്താണെന്ന് പറഞ്ഞു, ഇൻഡസ്ട്രിയുടെ ഡിഫറെന്റ് ടൈപ്സും അതിനകത്ത് വരുന്ന ക്ലാസിഫിക്കേഷനും പറഞ്ഞു. ഇത് നമ്മുടെ തേർഡ് ക്ലാസ് ആണ്. അതിൽ നമ്മൾ കൊമേഴ്സ് എന്താണെന്ന് പറഞ്ഞു. കൊമേഴ്സിൽ മെയിൻ ആയിട്ട് 2 ഇതാണ് വരുന്നത്, പാർട്ടാണ്. ഒന്ന് ട്രേഡും 2 ഓക്സിലറീസ് ഓഫ് ട്രേഡ്. ട്രേഡ് എന്ന് പറഞ്ഞാൽ ഗുഡ്സിന്റെ എക്സ്ചേഞ്ച് ആണ്. അതിൽ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ട്രേഡ് വരും. സെക്കൻഡ് വൺ ഓക്സിലറീസ് ഓഫ് ട്രേഡ് ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രേഡിനെ ഹെൽപ്പ് ചെയ്യുന്ന, ട്രേഡ് നന്നായിട്ട് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇൻഷുറൻസ്, പാക്കേജിങ്, അഡ്വർടൈസ്മെന്റ്, വെയർ ഹൗസ്, ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ഇതിൽ വരും. ഇതിൽ നമ്മുടെ ആക്ടിവിറ്റീസ് അല്ലെന്നുണ്ടെങ്കിൽ കൊമേഴ്സ്, ദെൻ ഇൻഡസ്ട്രി, ബിസിനസ് ക്ലാസിഫിക്കേഷൻ ആണ് ആക്ടിവിറ്റി.